എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കേറ്ററ്റുകാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. ഇത് പഠിക്കാതെ പോകരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുമ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതായത് നമ്മൾ ചിലപ്പോൾ മേ ബി നമുക്കൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. അപ്പോൾ നോക്കിക്കേ, ഞാനത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മാത്രം ഒരു PPT ആണ്, ഒരു ടോപ്പിക്കാണ്, ക്ലാസ് ആണ് എടുത്തേക്കുന്നത്. അപ്പം ഈ ഒരു ഭാഗം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് പോവുക കേട്ടോ. എഴുതി വെച്ച് പഠിച്ചിട്ട് പോവുക. നോക്കിയേ, കുട്ടികളുടെ അവകാശം എന്താണ്? നമ്മളൊരു ടീച്ചർ ആയിരിക്കുമ്പോൾ നമ്മൾ ടീച്ചർ ഒരു കൃത്യമായിട്ട് കുട്ടികളുടെ അവകാശങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം കേട്ടോ, നമ്മൾ അറിഞ്ഞിരിക്കണം. നോക്കിയേ, എല്ലാ അവകാശങ്ങളെയും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ കുട്ടികളുടെ അവകാശങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം നമ്മളൊരു അധ്യാപകരാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തരം അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. നോക്കിയേ, കുട്ടികളുടെ അവകാശം. പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് എപ്പോഴാണ്? അത് 2010 ഏപ്രിൽ 19 കേട്ടോ. നോക്കിയേ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 19. എന്താണ്, ഒരു ടീച്ചർ ഈ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ സാധിക്കണം? ഉത്തരം ചെയ്യാനായിട്ട് സാധിക്കണം കേട്ടോ. ഓക്കെ, ചോദ്യം എന്തായിരുന്നു? പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് 2010 ഏപ്രിൽ 19. നോക്കി, അടുത്ത നോക്ക്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? അത് 2012 കേട്ടോ. 2012. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ലൈംഗിക ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായിട്ട് പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട്, പോക്സോ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? അത് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? ആ പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് എന്നാണ്? അത് 2012 കേട്ടോ. 2012 പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയത് 2012. ഇനി നോക്കിയേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ഇതിന്റെ പുതിയ ചെയർപേഴ്സൺ ആരാണ്? ശ്രീ വല്ലതി പ്രേമചന്ദ്ര ആണ് കേട്ടോ. പ്രേംചന്ദാണ്, ശ്രീ വല്ലതി പ്രേംചന്ദാണ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിന്റെ പുതിയ ചെയർപേഴ്സൺ. അദ്ദേഹത്തെ അദ്ദേഹം നിയമിതനായതെന്നാണ്? 2026 ജനുവരി 16 കേട്ടോ. 2026 ജനുവരി 16 NCPCRന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അദ്ദേഹം നിയമിതനായത് കേട്ടോ. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റിന്റെ പുതിയ ചെയർപേഴ്സൺ നിയമിതനായത് എന്നാണ്? 2026 ജനുവരി 16. ജനുവരി 16. ഇത് മറന്നു പോകല്ലേ കേട്ടോ. അദ്ദേഹം റീസെന്റ് ആയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പുതിയ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. അപ്പോൾ പോക്സോ ആക്ട് എന്നാണ് പാർലമെന്റ് പാസ്സാക്കിയത്? 2012. 2012 പോക്സോ ആക്ട് പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വന്നത് എന്നാണ്? അത് 2010 ഏപ്രിൽ 19. അപ്പം ഈ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നോക്കിയേ, അടുത്ത നോക്കാം. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? അത് 2005 കേട്ടോ. കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് ആക്ട് പാസ്സാക്കിയത് 2005. ഇനി നോക്കിയേ, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് NCPCR. നമുക്ക് ചോദ്യം വരാം, NCPCRന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളൊരു തരത്തിലേക്ക് ചോദ്യങ്ങൾ വരാം. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് നിലവിൽ വന്നത് എന്നാണ് എന്നുള്ളത് ചോദ്യം വന്നു കഴിഞ്ഞാൽ NCPCR നിലവിൽ വന്നത് എന്നാണ്? അത് 2007 മാർച്ച് 5. 2007 മാർച്ച് 5 NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, NCPCR നിലവിൽ വന്നത് എന്നാണ്? 2007 മാർച്ച് 5. ഇനി നോക്കിയേ,
18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് എന്ത്? ഈ NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ എന്താണ് സംരക്ഷണത്തിന് വേണ്ടിയുള്ള സ്ഥാപനമാണ്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് എന്ത്? ഈ NCPCR എന്ന് പറയുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനമാണ് കേട്ടോ. സ്ഥാപനമാണ് എന്ത്? ഈ NCPCR എന്ന് പറയുന്നത്. നമ്മൾ NCPCRനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു പേരാണ് ശാന്ത സിൻഹ. NCPCR എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ആദ്യം ഓർക്കേണ്ട പേര് ഏതാണ്? ശാന്ത സിൻഹയുടെ പേരാണ് കേട്ടോ. ശാന്ത സിൻഹ എന്ന പേരാണ്. NCPCRന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? ശാന്ത സിൻഹയാണ്. NCPCRന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? ശാന്ത സിൻഹ ആയിരുന്നു. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പേരാണ്. നമ്മൾ ഇന്നത്തെ പേര് പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പേരാണ്. കറണ്ട് ആയിട്ടുള്ള പേരുകൾ പഠിക്കുന്ന പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പേരാണ് ശാന്ത സിൻഹ എന്ന് പറയുന്ന പേര്. NCPCRന്റെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സിന്റെ പ്രഥമ അധ്യക്ഷയായിരുന്നു ആര്? ശാന്ത സിൻഹ എന്ന് പറയുന്നത് കേട്ടോ. ശാന്ത സിൻഹ. ഇനി നോക്കിയേ, ഫാക്ടറീസ് ആക്ട് പാസ്സാക്കിയത് എന്നതാ 1948 ഫാക്ടറീസ് ആക്ട് പാസ്സാക്കിയത്. 1948 കേട്ടോ. ഇനി നോക്കിയേ, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻസ്. ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് 1986 കേട്ടോ. 1986 എന്ത്? ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത്. ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1986 കേട്ടോ. 1986 1986 ചൈൽഡ് ലേബർ ആക്ട് പാസ്സാക്കിയത്. ഇനി നോക്കിയേ, അടുത്ത് നോക്കാം. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് 15ാം അനുച്ഛേദമാണ് കേട്ടോ. അനുച്ഛേദം 15 കേട്ടോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അത് 15ാം ഭരണഘടനാ വകുപ്പാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത് നോക്കാം. അയിത്താചരണവുമായി അൺടച്ചബിലിറ്റിയുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ശിക്ഷ നൽകുന്നത് ഏത് നിയമം അനുസരിച്ചാണ്? അത് സിവിൽ അവകാശ സംരക്ഷണ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 പ്രകാരമാണ് എന്ത്? അൺടച്ചബിലിറ്റിക്കുള്ള ശിക്ഷ നടപ്പിലാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താ കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഒരു ചോദ്യം ഇത്തരത്തിലുള്ള അവകാശങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കണം? ആ ഉത്തരം ശരിയാക്കാനായിട്ട് നമുക്ക് സാധിക്കണം കേട്ടോ. അപ്പം ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ടെലഗ്രാമിൽ കൃത്യമായിട്ടുള്ള നോട്ടുകൾ വരുന്നതാണ്. നിങ്ങൾ ടെലഗ്രാം പേജിലും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇനി നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് വളരെ വിശാലമാണല്ലേ. അപ്പം ഇനി നമുക്ക് കുറച്ച് ഡേയ്സേ മാത്രമേ ബാക്കിയുള്ളൂ. ആ ഒരു സമയം കൂടി നമുക്ക് എല്ലാ സിലബസും കവർ ചെയ്യുക ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആണ് നമ്മളെ സംബന്ധിച്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് മോക്ക് എക്സാംസ് നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മോക്ക് എക്സാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അതിലൂടെ കൂടുതൽ നോളജ് നമുക്ക് ഗെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? അത്തരത്തിലുള്ള മോക്ക് എക്സാംസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം ഒരുക്കുന്നുണ്ട് ചലഞ്ചർ ആപ്പ്. അപ്പം ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കേറ്ററ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കേറ്ററ്റ് ഉറപ്പാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കേറ്ററ്റ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.